നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയുടെ വിരുമാറിലെത്തി നിൽക്കുന്ന ഞങ്ങളുടെ MLA ജോ മൈക്കിൾ സാറാണ്. നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യനായിരുന്ന കെ മാണി സാറിന്റെ കൈപിടിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ നയിക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ജോസ് കെ മാണിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ നയിക്കുന്ന പദയാത്രയാണ് അഞ്ചു വർഷം പിന്നിടുകയാണ്. ചങ്ങനാശ്ശേരി എന്തു പറയുന്നു? ചങ്ങനാശ്ശേരി കഴിഞ്ഞ 35-40 വർഷം ഉറങ്ങിക്കിടന്ന ചങ്ങനാശ്ശേരിയെ കഴിഞ്ഞ 4.25 വർഷം കൊണ്ട് ഒരു വികസന കുതിപ്പിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു. ചങ്ങനാശ്ശേരിയെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഉണർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. ചങ്ങനാശ്ശേരി തന്നെ പുതിയ KSRTC ബസ് സ്റ്റാൻഡ്, പുതിയ ഹോസ്പിറ്റൽ സമുച്ചയം, അതോടൊപ്പം തന്നെ പുതിയ സ്റ്റേഡിയം, പുതിയ നമ്മുടെ എക്സൈസ് ഓഫീസ്, പുതിയ പോലീസ് സ്റ്റേഷൻ, പുതിയ DYSP ഓഫീസ് ഇതെല്ലാം പണിത് കൊടുത്തു കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ള ആശുപത്രി കെട്ടിടത്തിൻ്റെയും KSRTCയുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് ഇരിക്കുകയാണ്. അതായത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും 80 തൊട്ട് 82 കാലം വരെ കേരള കോൺഗ്രസ് LDFിലായിരുന്നു. അതെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു നീണ്ട 34 വർഷം UDFിൽ, പിന്നെയും 2 വർഷം അവിടെ എങ്ങുമല്ലാതെ നിയമസഭയിലിരുന്നു. പിന്നെ 2020 തൊട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് LDF പ്രസ്ഥാനം. 2021 ഞങ്ങൾ LDF വന്നു. അതെ അതെ അതെ. അപ്പോൾ പെട്ടെന്ന് UDFിൽ നിന്ന് LDFിലേക്ക് വന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് മുമ്പുള്ള പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയായി മാറുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? അതെ, അതായത് എൻ്റെ എതിർ സ്ഥാനാർത്ഥി LDFകാരനായിരുന്നു. LDFിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് 2 പ്രാവശ്യം ജയിച്ച ആളാണ്. അതായത് 2-3 മാസം മുമ്പ് LDFിൽ നിന്ന് കൂടുവിട്ട് UDFിലേക്ക് വന്നപ്പോൾ UDFിൻ്റെ അപ്പസ്തോലനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ 980 KM മാണി സാറ് നമ്മുടെ EK നായനാരുടെ മന്ത്രിസഭയിൽ ഇരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഇപ്പം നടത്തി കൊടുക്കുന്ന 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വരെ മാണി സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ പ്രതിത്വമുണ്ട്. അപ്പോൾ തീർച്ചയായും ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടെടുത്താൽ, ഇപ്പോൾ ഈ 2021 തൊട്ട് ഇങ്ങോട്ടുള്ള LDF എടുത്താൽ കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ചങ്ങനാശ്ശേരി ഉണ്ടായിരിക്കുന്ന വികസനം മാത്രം നോക്കിയാൽ മതി. ചങ്ങനാശ്ശേരിയിലെ എല്ലാ പാരാമീറ്ററുകളെയും ലംഘിച്ചുകൊണ്ട് 5 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നല്ല ഭൂരിപക്ഷം 2 ചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്ക് കിട്ടുമെന്ന കാര്യം സംശയമില്ല. തീർച്ചയായിട്ടും അങ്ങേക്കെതിരെ നിൽക്കുന്നവർ പറയുന്നത് CF തോമസ് സാറിൻ്റെ പേരിലാണ് ഞങ്ങൾക്കൊരു വോട്ട് തരണം എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ വർഷം, അതായത് ഒരു അബദ്ധം പറ്റിയതാണ് ചങ്ങനാശ്ശേരിക്ക്, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് ചെറിയൊരു അബദ്ധം സംഭവിച്ചു, അതുകൊണ്ടാണ് LDF ജയിച്ചതെന്നാണ്. അതെ, അതുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടായി. ചങ്ങനാശ്ശേരി പുതിയ KSRTC ബസ് സ്റ്റേഷൻ വന്നു, ചങ്ങനാശ്ശേരി പുതിയ ആശുപത്രി വന്നു, ചങ്ങനാശ്ശേരി പുതിയ സ്റ്റേഡിയം വന്നു, ചങ്ങനാശ്ശേരി പുതിയ DYSP ഓഫീസ് വന്നു, ഒട്ടനവധി സ്കൂൾ കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ചു നൽകി. ഇതെല്ലാം ജനങ്ങൾക്ക് പറ്റിയ അബദ്ധമെന്നാണോ എതിരാളികൾ പറയുന്നത്? എതിരാളികൾ പറയുന്നതിൻ്റെ അകത്ത് അവർ പറയുന്നതിന് ചങ്ങനാശ്ശേരി വികസനം ഈ നാട്ടിലെ ആപാലവൃത്തം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ചങ്ങനാശ്ശേരി എന്ത് സംഭവിച്ചു കഴിഞ്ഞ 4.25 വർഷം കൊണ്ട്. അവർക്ക് ഒന്നും പറയാം. എല്ലാ റോഡുകളും നന്നായി. അതോടൊപ്പം തന്നെ KC പിടിച്ച് പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നു. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. ഇനി ചങ്ങനാശ്ശേരിക്ക് എല്ലാ എടുത്തു പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം വന്നു. അത് 4.25 വർഷങ്ങളുണ്ടായതല്ലേ. അതേസമയം തന്നെ 25 വർഷമായി നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തൃക്കൊടിത്താനം, ആ ഒരു അതെ, തൃക്കൊടിത്താനം പഞ്ചായത്തിൻ്റെ ഭരണം മാറി മറിഞ്ഞു നോക്കിയിരിക്കും. ചിലപ്പോൾ 25 വർഷം കഴിയുമ്പോൾ വേറൊരു ഭരണത്തിലേക്ക് വരും. അത് ഒരു കാര്യമുള്ള കാര്യമല്ല. തൃക്കൊടിത്താനത്ത് 1400 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് ഭരണം പോകുമ്പോഴും ജില്ലാ പഞ്ചായത്തിന് 1400 വോട്ട്, ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന UDF മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 1400 വോട്ട് കുറവായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 3000-ലധികം വോട്ട് തൃക്കൊടിത്താനം പഞ്ചായത്ത് തന്നെ ഭൂരിപക്ഷം കിട്ടും. എന്തുകൊണ്ട് ചങ്ങനാശ്ശേരി ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറുന്നില്ല? പ്രത്യേകിച്ച് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ഈ കുമരങ്കേരി ഭാഗത്തേക്കൊക്കെ അതിനുവേണ്ടിയുള്ള ഒരു പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ AC കനാലിൽ പോളമായിരുന്നു. ഇനി അവൾ ഡാൻസിങ് ലൈറ്റ്, അമ്യൂസ്മെൻറ്റ് ലൈറ്റും ഒക്കെ വരും. അതോടൊപ്പം തന്നെ കുട്ടനാടിൻ്റെയും ഹൈറേഞ്ചിൻ്റെയും സംഗമ സ്ഥലമായ ചങ്ങനാശ്ശേരിക്ക് ടൂറിസത്തിന് വലിയൊരു പ്രാധാന്യം. അതിനുവേണ്ടിയാണ് KC പിടിച്ച് പൊളിക്കാൻ വേണ്ടിയുള്ള നടപടിയെടുത്തത്. 2,54,00,000 രൂപ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് കൊടുത്തു. 36 കോടി രൂപയ്ക്ക് ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുന്നു. ആ ടെൻഡറിനോട് ഇലക്ഷൻ കഴിഞ്ഞാൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അത് പൊളിച്ചിട്ട് അടുത്ത 1 വർഷത്തിനകം KC പിടിച്ച് പൊളിച്ച് പുതിയത് പണി. തീർച്ചയായിട്ടും ഒരു അഡ്വക്കേറ്റ് നിയമസഭാംഗം നിയമസഭയിലെ പ്രസംഗവും വക്കീലിന്റെ വാദവും അതിലേതാണ് അങ്ങേക്ക് കൂടുതൽ? അല്ല, വക്കീൽ എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ നിയമസഭയെ നമുക്ക് എൻ്റെ ഓരോ നിയമസഭാ പ്രസംഗങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നോക്കിയാൽ മിഷൻസ് ആണെങ്കിലും നിയമസഭാ പ്രസംഗങ്ങളാണെങ്കിലും ബഡ്ജറ്റ് പ്രസംഗങ്ങളാണെങ്കിലും എല്ലാം വളരെ ശക്തമായി നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നിയമസഭായിമാരെ പറ്റി മുണ്ടെടുക്കാനാണ് എണ്ണീക്കുന്നത്. അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ, അതൊന്നും അവർക്ക് പറയാനില്ല. നിയമസഭയിൽ കഴിഞ്ഞ 4.25 വർഷം കൊണ്ട് നന്നായിട്ട് ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളുടെ കാര്യങ്ങൾ, പൊതുവിൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം നിയമസഭാ രേഖകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് കിട്ടുമല്ലോ. ഞാൻ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സർവേയുടെ ഭാഗത്തിൽ എപ്പോഴും അങ്ങനെ ഗുഡ് ന്യൂസ് ആണ്. ജയിക്കുന്നത് ജോബ് മൈക്കിൾ MLA ആണെന്നാണ് ആ സർവേ പറയുന്നത്. സന്തോഷം. അപ്പം ദൈവാനുഗ്രഹം. അതെ, അതിൽ അങ്ങേക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? അത് ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. ഞാൻ അതിൽ കടുത്ത ദൈവവിശ്വാസിയാണ്. എല്ലാ ദിവസവും പാറേപ്പള്ളി പോയി പ്രാർത്ഥിക്കും. അപ്പം തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മൾ ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുന്നത്, ജനങ്ങൾക്ക് കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനം ദുരുപയോഗപ്പെടുത്തുക, ആ സ്ഥാനം ഉപയോഗിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇതൊന്നും ചെയ്യുന്ന ഒരു രീതി എനിക്കില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് 100% സത്യസന്ധമായി സുതാര്യമായി ജനങ്ങൾക്ക് പ്രീതികരമായി ദൈവത്തിനെ നീതീകരിക്കത്തക്ക രീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൂടിയിരിക്കുന്നവരെ വേറെയുള്ള രീതികളിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ മോശപ്പെട്ട പ്രവർത്തനം കൊണ്ടുവരാനൊന്നും ഞാൻ ശ്രമിക്കാറുമില്ല. അങ്ങനെയുള്ള രീതി എനിക്കില്ല. ആത്മീയതയുടെ ഒരു കേന്ദ്രമാണിത്. പ്രത്യേകിച്ച് NSS, SNDP, കത്തോലിക്ക സഭ, മുസ്ലിം സമുദായം, അതിരൂപതകൾ, ഇതെല്ലാം നിൽക്കുമ്പോൾ ചില ആത്മീയ നേതാക്കന്മാർ UDF-ലേക്ക് ഒരു ചായ്വായിട്ട് തന്നെ ഈ പ്രാവശ്യം പിന്തുണ നൽകി വരികയുണ്ടായി. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയുടെ ഈറ്റില്ലത്തിന്റെ നായകനായ അങ്ങയ്ക്ക് ഈ സമുദായത്തെ എങ്ങനെ യോജിപ്പിക്കാൻ? മതത്തിന്റെ നാടാണ് ചങ്ങനാശ്ശേരി. എല്ലാ മതങ്ങളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, പരസ്പര വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ചന്ദനക്കുളം, ചെറുപ്പും നമ്മുടെ ക്രിസ്മസ് ആഘോഷം എല്ലാം ഇവിടെ ഒരേ ദിവസം 24, 25, 26 രീതികൾ ഇങ്ങനെ ഒരുപോലെ 28 ആ ഒരാഴ്ച ഇവിടെ ഒരു മതേതരത്വത്തിൻ്റെ വീക്കാണ്. എല്ലാ മതങ്ങളും, ക്രിസ്ത്യൻസ് ക്രിസ്മസ് ആഘോഷിക്കുന്നു, മുസ്ലിംസ് ചന്ദനക്കുളം ആഘോഷിക്കുന്നു. ഈ ചന്ദനക്കുളത്തിലൊന്നും ഒരു രീതിയിലുള്ള മതവ്യത്യാസമില്ല. മുസ്ലിംസ് മാത്രമല്ല, ക്രിസ്ത്യാനിയും നായന്മാരും ഹിന്ദുക്കളും മറ്റ് ജാതിയിൽപ്പെട്ടവരെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചന്ദനക്കുളം ചെറുപ്പ് വന്നാൽ അതെല്ലാവരും ആഘോഷിക്കുകയാണ്. പള്ളി സ്വീകരണം നൽകുന്നു, പറ നൽകുന്നു, കെട്ടുകാഴ്ച കൊടുക്കുന്നു, ഇതെല്ലാം പള്ളിയിൽ നിന്നും ചങ്ങനാശ്ശേരി പള്ളിയിൽ നിന്നും ചെയ്യുന്നുണ്ട്. അപ്പം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. എല്ലാ മതങ്ങളും ഇഷ്ടപ്പെടുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർക്കെല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ട്. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ പോകുന്ന നാടാണ് ചങ്ങനാശ്ശേരി. എന്തുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികൾ തോൽക്കണം? എന്തുകൊണ്ട് ജോബ് മൈക്കിൾ MLA ജയിക്കണം? ചങ്ങനാശ്ശേരി വികസനമാണ്. കഴിഞ്ഞ 40 വർഷമായി ഉറങ്ങിക്കിടന്ന് ചങ്ങനാശ്ശേരി ഉണർത്തിയെടുക്കാൻ ഞാൻ ഒത്തിരി കഴിഞ്ഞ 4.25 വർഷം കൊണ്ട് ഞാൻ ചോര വിയർപ്പാക്കി ജോലി ചെയ്തു. അതിൻ്റെ ഒരു അധ്വാനപരമാണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ 6 മണിക്ക് എണ്ണീച്ച് 5:30 ആകുമ്പോൾ എണ്ണീച്ച് പള്ളിയിൽ പോയി തിരിച്ചു വന്ന് പിന്നെ ജനങ്ങളെ കണ്ട് ജനങ്ങളുമായി വിഷയം പിന്നെ നിരന്തരമായി ജനങ്ങളുമായി ഇടപെടുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുള്ള മീറ്റിംഗ്, തിരുവനന്തപുരത്ത് മീറ്റിംഗ്, കോട്ടയത്ത് കളക്ടറേറ്റ് മീറ്റിംഗ്, താലൂക്ക് ഓഫീസിൽ മീറ്റിംഗ്, താലൂക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള മീറ്റിംഗ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട്. അതുകൊണ്ടാണ് എതിരാളികൾ പോലും അത്ഭുതപ്പെടുത്തുന്ന ഇത്രയും അധികം 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനം ചങ്ങനാശ്ശേരി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതേസമയം തന്നെ അങ്ങ് വികസനം സംസാരിക്കുമ്പോൾ തന്നെ എതിർകക്ഷികൾ പറയുന്നു ഇവിടുത്തെ സ്റ്റേഡിയം അങ്ങൊരു സ്റ്റെപ്പ് പണിതിട്ട് വലിയ, അതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. അതൊക്കെ നേരിട്ട് പോയി കാണാമല്ലോ. തീർച്ചയായിട്ടും അത് അവിടെ പോയി നോക്കിയാൽ പോരെ. ഇപ്പം വരികയാണെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് ഇനിയും പോകാൻ പോകുന്നത്. നാളെ കുറേ കളിക്കാർ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. എതിരാളികൾ കുപ്രചരണം, കള്ളപ്രചരണം, അസത്യം പറയുക എന്നുള്ളതാണല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അസത്യ പ്രചരണത്തിനൊന്നും കാര്യമില്ല. സ്റ്റഡിയൊക്കെ നേരിട്ട് പോയി പരിശോധിക്കാം. ഇതൊക്കെ തുറന്ന പുസ്തകം, ആരുടെയും മടി വെച്ചോണ്ട് പോകാൻ പറ്റുന്ന സാധനമല്ലല്ലോ സ്റ്റേഡിയം. അപ്പോൾ സ്റ്റേഡിയത്തിലൊക്കെ നല്ല ഉണർവുണ്ടായി. അവിടെ ഇഷ്ടംപോലെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, പ്രായമായുള്ള, അതോടൊപ്പം തന്നെ ഇടപ്രായക്കാരെല്ലാം വന്ന് സന്തോഷിക്കുകയാണ്.
ഇനി അവിടെ AC ജിംനേഷ്യം ആണുങ്ങൾക്ക്, AC ജിംനേഷ്യം പെണ്ണുങ്ങൾക്ക്, അതോടൊപ്പം തന്നെ വാക്കിംഗ് പാത്ത്, ഇതൊക്കെ നിർമ്മാണത്തിന് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഈ പറയുന്നത് ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അത് ബാക്കിയുള്ള അവർ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കാതെ ഒന്നും ഇവരാരും ഒന്നും പഠിക്കാൻ ശ്രമിക്കാറില്ല, എന്താ കാര്യപരമായി ചിന്തിക്കാറില്ല. എന്തെങ്കിലും പറഞ്ഞ് എതിരാളിയെ ഒന്ന് തോൽപ്പിക്കാൻ പറ്റുമോ? ഞാൻ ജയിക്കുമെന്ന് എല്ലാ മനുഷ്യരും പറയുന്നു. അപ്പോൾ തോൽപ്പിക്കാനുള്ള എന്താണ് ഒരു ഗീബിൾസിൻ്റെ തിയറി ആപ്ലിക്കേഷൻ നടത്തുക. ഗീബിൾസിൻ്റെ തിയറി ചങ്ങനാശ്ശേരി ചിലവാകത്തില്ല. ചങ്ങനാശ്ശേരി എല്ലാ കാര്യങ്ങളും കൃത്യമായി വാച്ച് ചെയ്യുന്ന സ്ഥലമാണ്. ജോബ് മൈക്കിളിനാണ് ജയസാധ്യതയാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും. നിങ്ങളൊക്കെ അനുഗ്രഹം, സന്തോഷം. വോട്ടേഴ്സിനോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് വോട്ടർമാരോട്, നിങ്ങളുടെ വോട്ട് 2021 പാഴായില്ല. നിങ്ങൾ എന്നിൽ അൽപ്പിച്ച വിശ്വാസം, എന്നോട് കാണിച്ച സ്നേഹം, നിങ്ങൾ നൽകിയ വിലയേറിയ വോട്ടുകൾ, ആ വോട്ടുകൾ 2021 നൽകിയപ്പോൾ ഞാൻ തികഞ്ഞ സന്തോഷം സ്വീകരിച്ചു. ദൈവാനുഗ്രഹത്താൽ ആ വോട്ടുകളൊന്നും പാഴായില്ല. ആ വോട്ടുകളുടെ ബലം കൊണ്ടാണ് പുതിയ ഒരു ചങ്ങനാശ്ശേരിക്ക് വേണ്ടി, ഒരു ചങ്ങനാശ്ശേരി നല്ല നേരം എന്നാണ് ഇപ്രാവശ്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയത്. അടുത്ത 5 വർഷം കൊണ്ട് ഫ്ലൈ ഓവർ പൂർത്തിയാവും, KC ബ്രിഡ്ജ് പൂർത്തിയാവും, ഹോസ്പിറ്റൽ പൂർത്തിയാവും. ഇതെല്ലാത്തിൻ്റെയും പൂർത്തീകരണമാണ്. ആ പൂർത്തീകരണത്തിൻ്റെ അവസരത്തിൽ നിങ്ങൾക്ക് എനിക്കൊരു ചാൻസ് നൽകണം. അങ്ങനെ നല്ല വിലയേറിയ വോട്ടുകൾ നൽകിയാൽ തീർച്ചയായും നിങ്ങളുടെ ഒപ്പം, നിങ്ങൾ ചിന്തിക്കുന്നവർ, നിങ്ങളുടെ സ്നേഹിതനായി, നിങ്ങളുടെ അനുജനായി, നിങ്ങളുടെ മകനായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളെ ജ്യേഷ്ഠനായി ഞാൻ ഉണ്ടാകും എന്ന് താഴ്മയോടെ പറയാം. വിജയാശംസകൾ നൽകുന്നു. ഈ തിരക്കിനിടയിൽ ഒന്നുകൂടി വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും നൽകും. തീർച്ചയായിട്ടും. താങ്ക് യു.